ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പുതിയൊരു സ്പീഷ്യസ് രൂപം കൊണ്ടു. അവരിൽ അസാധാരണ കഴിവുകളുള്ള ഒരു പ്രത്യേക വിഭാഗമുണ്ടായിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും അവർക്ക് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും അവർ ലോകം മുഴുവൻ വ്യാപിച്ചു. വേട്ടയാടാനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും പ്രേമിക്കാനും യുദ്ധം ചെയ്യാനും തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും ചൂടിനോടും തണുപ്പിനോടും കാറ്റിനോടും മഴയോടും എല്ലാം പടപൊരുതി അവർ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ചു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട അവർ ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിയ നമ്മളായി. ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ. ഈ മനുഷ്യകുലം എങ്ങനെയായിരിക്കും ആരംഭിച്ചത്? നമ്മളാദ്യം ആരായിരുന്നു? ഇന്നത്തെ നമ്മളിലേക്കുള്ള നിർണായക ചുവടുകൾ എടുത്തുവെച്ചത് നമ്മുടെ ഏതെല്ലാം പൂർവികരായിരിക്കും? ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മൾ വലിയൊരു യാത്ര നടത്തുകയാണ്. കാലത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര. മനുഷ്യൻ. ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യർ എന്നത് മഹാത്ഭുതമാണ്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട കോടാനുകോടി വരുന്ന ജീവജാലങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ പിറവിയെടുത്ത മനുഷ്യൻ കാലങ്ങൾ കഴിയുന്തോറും തൻ്റെ ബുദ്ധിശക്തിയും കഴിവും ഉപയോഗിച്ച് ഈ ജീവജാലങ്ങളെ എല്ലാം പിന്നിലാക്കി ഒരുപാട് വളർന്നു. ഇന്നവൻ ലോകത്തെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. ബഹിരാകാശത്തും തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മിലേക്കുള്ള ഈ വലിയ പരിണാമത്തിൻ്റെ ചരിത്രം അറിയുന്നതിന് മുൻപ് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനമായ ഈ ഭൂമിയെക്കുറിച്ച് അറിയണം. 460 കോടി വർഷക്കാലത്തെ ഭൂമിയുടെ വലിയ ചരിത്രത്തിൽ എപ്പോഴാണ് നമ്മൾ രംഗപ്രവേശനം നടത്തിയത് എന്നും അറിയണം. ആ വലിയ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ പ്രപഞ്ചം വികാസം പ്രാപിക്കാൻ തുടങ്ങിയിട്ട് 1000 കോടി വർഷങ്ങളാകാറായി. അനേകം നക്ഷത്രങ്ങൾ ജനിക്കുകയും മറ്റനേകം നക്ഷത്രങ്ങൾ സൂപ്പർനോവ സംഭവിച്ച് മരണം വരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ച ഒരു സൂപ്പർനോവയിലെ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങളെല്ലാം കൂടിച്ചേരുകയും സൂര്യൻ പിറവിയെടുക്കുകയും ചെയ്തു. ഡെൻസിറ്റി കുറവുള്ള മറ്റ് പദാർത്ഥങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങി. കാലക്രമേണ അവയിൽ പലതും കൂടിച്ചേർന്ന് ഗോളാകൃതി പ്രാപിച്ചു. അങ്ങനെ 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിലെ മറ്റനേകം ഗ്രഹങ്ങൾക്കും ഉൽക്കകൾക്കും ചിഹ്നഗ്രഹങ്ങൾക്കുമൊപ്പം നമ്മുടെ ഭൂമി പിറവിയെടുത്തു. ആ സമയത്തെ ഭൂമിയുടെ ഉപരിതലം ഇന്നത്തേതുപോലെ ഖരരൂപമായിരുന്നില്ല. ഭൂമിയിൽ മുഴുവൻ പൊട്ടിയൊഴുകുന്ന തിളച്ചു മറഞ്ഞ ലാവയുടെ കടൽ മാത്രമായിരുന്നു. 1200 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടിൽ ചുട്ടുപഴുത്തൊഴുകുന്ന ലാവ മൂലം നരകതുല്യമായ ഗ്രഹമായിരുന്നു ഭൂമി. ഭൂമി പിറവിയെടുത്ത് ആദ്യത്തെ 60 കോടി വർഷക്കാലത്തെ ഹെയ്ഡിയൻ യുഗം എന്നാണ് പറയുന്നത്. അന്ന് ഭൂമിയിൽ കരഭാഗമില്ലാത്തതുപോലെ തന്നെ പറയത്തക്ക കട്ടിയുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ സമീപത്തുകൂടെ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന പൂർണ്ണരൂപം പ്രാപിക്കാത്ത ചെറിയ ഗ്രഹങ്ങളും അനേകം ഉൽക്കകളും മിസൈലുകൾ പോലെ ഭൂമിയിൽ നിരന്തരം വന്ന് പതിക്കുമായിരുന്നു. ഇങ്ങനെ ഭൂമിയിൽ പതിച്ച ബഹിരാകാശ വസ്തുക്കളിൽ നിന്നുമാണ് ഇന്നുള്ളതിൽ പകുതിയിൽ കൂടുതൽ ജലവും ഭൂമിയിൽ എത്തിയത്. എന്നാൽ ആ കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ജലവും ബഹിരാകാശ വസ്തുക്കളിൽ നിന്നും എത്തിയ ജലവും ദ്രാവക രൂപത്തിലായിരുന്നില്ല നിലനിന്നിരുന്നത്. അത് മുഴുവൻ വാതക രൂപത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നുപോയി. ആ സമയത്താണ് ഇന്നത്തെ ചൊവ്വാഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹം സെക്കൻഡിൽ 15 കിലോമീറ്റർ വേഗതയിൽ സൗരയൂഥത്തിലൂടെ കടന്നുപോയത്. തീയ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഗ്രഹം അമിത വേഗതയിൽ വരുന്നത് ഭൂമിയുടെ നേർക്കാണ്. അധികം താമസിയാതെ തന്നെ ആ ഗ്രഹവും ഭൂമിയുമായി ഒരു വലിയ കൂട്ടിയിടി സംഭവിച്ചു.
അതിൻ്റെ ഫലമായി തീയയുടെ ഒരു ഭാഗം ഭൂമിയുമായി കൂടിച്ചേർന്നു. മിച്ചമുണ്ടായിരുന്ന ഭാഗവും ഭൂമിയുടെ ഉപരിതലത്തിലെ കുറച്ച് ഭാഗവും വേർപെട്ട് കോടാനുകോടി പൊടിപടലങ്ങളായി മാറി അത് ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വളയമായി ഭൂമിയെ വലം വയ്ക്കുന്നതിനോടൊപ്പം ആ അവശിഷ്ടങ്ങളിൽ പലതും ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തിയിൽ പരസ്പരം കൂടിച്ചേരുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ പൊടിപടലങ്ങളെല്ലാം കൂടിച്ചേർന്ന് 3500 കിലോമീറ്ററോളം വ്യാസമുള്ള ഒരു വലിയ ഗോളമായി മാറി. അങ്ങനെ ഭൂമിയുടെ ഉപഗ്രഹമായി ചന്ദ്രൻ രൂപപ്പെട്ടു. അന്ന് ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നത് ഭൂമിയിൽ നിന്നും 23,000 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ അമിതമായുണ്ടായിരുന്ന താപനില മുഴുവൻ കുറയാൻ തുടങ്ങി. ഭൂമി തണുത്തു തുടങ്ങി. ഭൂമി തണുത്തു തുടങ്ങിയ ഈ സമയത്താണ് ഇന്നത്തേതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ഭൂമിക്ക് ലഭിക്കുന്നത്. അതായത് ഭൂമിയിൽ സാന്ദ്രത കൂടിയ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് എത്തിച്ചേരുകയും സാന്ദ്രത കുറവുള്ള പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഭൂമിയിൽ കോർ, മാൻഡൽ, ക്രസ്റ്റ് എന്നീ പാളികൾ രൂപം കൊണ്ടു. ഇതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ കട്ടിയും കൂടി വന്നു. ഇതിനുള്ള പ്രധാന കാരണം കാലങ്ങളോളമായി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാണ്. അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും എത്തിച്ചേർന്നു. അന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷം വിഷമയമായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, സൾഫർ, അമോണിയ ഈ വാതകങ്ങളായിരുന്നു അന്തരീക്ഷത്തിൽ നിറയെ. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഭൂമിയിൽ ജലമുണ്ടായിരുന്നു എങ്കിലും അന്നുവരെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിലുണ്ടായിരുന്നില്ല. ആർക്കിയൻ യുഗത്തിൻ്റെ ആരംഭത്തോടെ അന്തരീക്ഷത്തിലെ നീരാവി മുഴുവൻ ജലമായി മാറുകയും അത് പിന്നീട് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്തു. ഭൂമി രൂപം കൊണ്ടിട്ട് ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ആദ്യമായി ചെറിയ ജലാശയങ്ങൾ രൂപം കൊള്ളുന്നത്. അത് പിന്നീട് സമുദ്രങ്ങളായി മാറി. ഇപ്പോഴും ഭൂമിയുടെ ഉപരിതലത്തിൽ അങ്ങിങ്ങായി അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ഒഴുകുന്ന ലാവ തണുത്തുറഞ്ഞ് ഉയർന്ന പ്രദേശങ്ങളെല്ലാം ദ്വീപുകളായി മാറി. ഈ സമയത്താണ് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഫലമായി ഭൂമിയിൽ ആദ്യത്തെ വാൽബാറ എന്ന സൂപ്പർ കോണ്ടിനെൻ്റ് രൂപം കൊണ്ടു. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർത്ത് വെച്ചാലും അതിനേക്കാളും വലിപ്പമുള്ള വലിയ ഭൂഖണ്ഡം. അങ്ങനെ ഭൂമിയിൽ ഇന്നത്തേതുപോലെ കരഭാഗവും കടലുമുണ്ടായി. ഭൂമിയുടെ ഉപരിതലം ഇന്നത്തേതുപോലെയായി തുടങ്ങി എങ്കിലും അന്തരീക്ഷം ഇതുപോലെയായിരുന്നില്ല. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് നിരന്തരം ഉയരുന്ന കട്ടികൂടിയ പുകയും വിഷവാതകങ്ങളും നിറഞ്ഞ് വിഷമയമായിരുന്നു. ആദ്യത്തേതുപോലെ തന്നെ അപ്പോഴും ഭൂമിയിൽ നിരന്തരം ഉൽക്കകൾ വന്ന് പതിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഉൽക്കകളും വന്ന് വീഴുന്നത് സമുദ്രജലത്തിലാണ്. ഉൽക്കകളിലുള്ള ധാതുക്കളും വാതകങ്ങളും അമിനോ ആസിഡുകളുമെല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. നാളുകൾ കഴിയുന്തോറും അത് ഭൂമിയിലെ സമുദ്രം മുഴുവൻ പരന്നു. ധാതുക്കളും രാസവസ്തുക്കളും മൂലം ജലം മുഴുവൻ കെമിക്കൽ ലായനി പോലെയായി മാറി. ഈ ധാതുക്കളെല്ലാം കൂടിച്ചേർന്ന് 360 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ജീവന്റെ കണികകളുണ്ടായി. എന്നാൽ അന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ നിലനിന്നത്. അനൈറോബസ് എന്ന ഒരുതരം ഏകകോശ ജീവികളായിരുന്നു അവ. ഭൂമിയിലെ ജീവന്റെ ആദ്യത്തെ രൂപമായ അനൈറോബസ് എന്ന ഏകകോശ ജീവികൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് പ്രകാശം അത്യാവശ്യമായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത് ജലത്തിനുള്ളിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ പ്രകാശത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ആഴക്കടലുകളിൽ അവയ്ക്ക് ജീവിക്കുവാൻ സാധ്യമായിരുന്നില്ല. അവ കൂടുതലും കാണപ്പെട്ടിരുന്നത് തീരപ്രദേശങ്ങളിലായിരുന്നു. തീരപ്രദേശങ്ങളിൽ സൂര്യനിൽ നിന്നും ഭൂമിക്കടിയിലുള്ള ധാതുക്കളിൽ നിന്നും ഊർജം കണ്ടെത്തി അവർ ജീവിച്ചു. കാലങ്ങൾ കടന്നു പോകുന്തോറും വ്യത്യസ്ത തരങ്ങളിലേക്ക് വളരെ സങ്കീർണമായ രീതിയിൽ ജീവൻ പരിണമിച്ചുകൊണ്ടേയിരുന്നു. വെള്ളത്തിൽ രൂപം കൊണ്ട ജീവൻ പിന്നീട് കരയിലേക്ക് കയറി. അങ്ങനെ കരയിലും വെള്ളത്തിലുമായി ലോകം മുഴുവൻ ജീവൻ വ്യാപിച്ചു. ധാരാളം സസ്യങ്ങളും ജന്തുജാലങ്ങളുമായി ഭൂമിയുടെ ഉപരിതലം മുഴുവൻ നിറഞ്ഞു. വലിയ വൻകരകൾ കീറിമുറിഞ്ഞ് ചെറിയ ചെറിയ വൻകരകൾ രൂപം കൊണ്ടു. അതുപോലെ തന്നെ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ വൻകരകളെല്ലാം കൂടിച്ചേർന്ന് വലിയ വൻകരകളായി മാറുകയും ചെയ്തു. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ അളവിലും വലിയ രീതിയിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു.
ഇതിനോടകം ഭൂമിയുടെ ചരിത്രത്തിലെ 4 വലിയ വംശനാശങ്ങളും സംഭവിച്ചു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള മയോസിൻ കാലഘട്ടത്തിൻ്റെ അവസാന സമയമായ ക്രിറ്റീഷ്യസ് കാലഘട്ടം. അന്ന് ഭൂമിയെ മുഴുവൻ ഉരഗരാജാക്കന്മാരായിരുന്ന ദിനോസറുകൾ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അവസാന സമയത്താണ് ഭൂമിയിലെ 5ാമത്തെ വലിയ വംശനാശം സംഭവിക്കുന്നത്. അന്ന് സംഭവിച്ച ഭൂമിയിലെ 5ാമത്തെ വലിയ വംശനാശത്തിലൂടെ ദിനോസറുകളടക്കം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭീകര ഉരകജീവികളെല്ലാം നശിച്ചുപോയി. അതോടെ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് യുഗം അവസാനിച്ചു. അതിനുശേഷം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സെനോസോയിക് എന്ന പുതിയ യുഗം ആരംഭിച്ചു. ഈ യുഗത്തിൻ്റെ ആദ്യത്തെ 4 കോടി വർഷക്കാലത്തെ പാലിയോജീൻ കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ ഭൂമി അന്ന് സംഭവിച്ച വംശനാശത്തിൽ നിന്നും കരകയറുന്നതിനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. നീണ്ട 1 കോടി വർഷ കാലഘട്ടത്തോളം എടുത്തു ഭൂമിയിലെ ജീവനും ആവാസ വ്യവസ്ഥയുമെല്ലാം സാധാരണ രീതിയിലെത്തുവാൻ. പാലിയോജീൻ കാലഘട്ടം തുടങ്ങി 1 കോടി വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായി മാറിയത്. അതുവരെ ഇന്ത്യ ചെറിയൊരു ഭൂഖണ്ഡമായി സമുദ്രങ്ങളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. ഏകദേശം 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയുമായി കൂട്ടിയിടിച്ച് ആ വലിയ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായി തീർന്നു. ആ വലിയ കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് അടക്കം പർവ്വതനിരകളെല്ലാം രൂപം കൊണ്ടത്. ആ സമയത്ത് ഭൂമിയിൽ ഗ്രീൻ ഹൗസ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇന്നത്തേതിനേക്കാൾ ഒരുപാട് ചൂട് കൂടിയ കാലഘട്ടമായിരുന്നു പാലിയോജീൻ. ഇന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയിൽ നിറയെ അന്ന് വലിയ വനങ്ങൾ മാത്രമായിരുന്നു. മാത്രമല്ല, അന്ന് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്തിരുന്നത് സൗത്ത് അമേരിക്കയെയും ഓസ്ട്രേലിയയെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അവയ്ക്ക് നടുവിലായിരുന്നു. എന്നാൽ പാലിയോജീനിൻ്റെ പകുതിയായപ്പോഴേക്കും ഏകദേശം 4.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക അവിടെ നിന്നും ഏകദേശം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ഇന്നത്തേതുപോലെ അന്ന് അന്റാർട്ടിക്കയിൽ മഞ്ഞുപാളികളൊന്നും ഉണ്ടായിരുന്നില്ല. പാലിയോജീൻ കാലത്തിൻ്റെ തുടക്കത്തിൽ പണ്ട് ദിനോസറുകളടക്കം മറ്റ് ഭീകരജീവികളുടെ എല്ലാം ഇരകൾ മാത്രമായിരുന്ന സസ്തനികൾ ശത്രുക്കൾ ഇല്ലാതായതോടെ ആഹാരം അന്വേഷിച്ച് വളരാൻ തുടങ്ങി. അവർ തങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി എന്തും ചെയ്യാനും എന്തും കഴിക്കാനും തയ്യാറായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും അവരിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ സംഭവിക്കുകയും വലിയ പരിണാമങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന വ്യത്യസ്ത തരത്തിലെ ജീവജാലങ്ങളായി പരിണമിക്കാൻ തുടങ്ങി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മിലേക്കുള്ള പരിണാമത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വനങ്ങളിൽ മുഴുവൻ സസ്തനികൾ വളരെ സമൃദ്ധമായി ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു പാലിയോജീൻ. ഇരപിടിയന്മാരായ ജീവികളുടെ എല്ലാം പുതുപൂർവികൻ എന്ന് കരുതപ്പെടുന്ന ചെറിയ സസ്തനികളായ മയാസീഡുകൾ, 12 അടിയോളം നീളവും 1000 കിലോഗ്രാമോളം ഭാരവുമുള്ള അന്നത്തെ ഒരു ഭീകര ഇരപിടിയനായ ആൻഡ്രിയോസാർക്കസ്, തിമിംഗലങ്ങളുടെ പൂർവികരായിരുന്ന ആർക്കിയോസീഡ്സ്, ആനകളുടെ പൂർവികരായിരുന്ന ഇന്നത്തെ ഒരു പന്നിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള സസ്യബുക്കുകളായ മൊയ്രിയോത്തൈര്യം, ഇന്നത്തെ കാണ്ടാമൃഗങ്ങളുടെ പൂർവികന്മാരായ 5 മീറ്റർ ഉയരവും 9 മീറ്റർ നീളവും 5000 മുതൽ 20000 കിലോഗ്രാം വരെ ഭാരവുമുള്ള പാരാസിറാത്തേരിയം. അങ്ങനെ വ്യത്യസ്ത തരങ്ങളിലേക്ക് സസ്തനികൾ പരിണമിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പാലിയോജീൻ. പാലിയോജീൻ കാലത്തിൻ്റെ അവസാന സമയത്ത്, അതായത് ഏകദേശം 3.5 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഐസേജ് കാലഘട്ടം ആരംഭിച്ചു. ചൂടുകൂടിയ അവസ്ഥയിൽ നിന്നും ഭൂമിയിലെ താപനില കുറഞ്ഞു. കാട് മൂടിക്കിടന്ന അന്റാർട്ടിക്ക തണുത്തുറയാൻ തുടങ്ങി. പാലിയോജീനിൻ്റെ അവസാനമായപ്പോഴേക്കും അന്ന് ജീവിച്ചിരുന്ന പല ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. അങ്ങനെ 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് പാലിയോജീൻ കാലഘട്ടം അവസാനിച്ചു. തുടർന്ന് അടുത്ത 2 കോടി വർഷക്കാലഘട്ടം നീണ്ടുനിന്ന നിയോജീൻ യുഗം ആരംഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ഭൂമി ഇന്നത്തേതിന് സമാനമായ അവസ്ഥയിലേക്കായി മാറുന്നത്. അതായത് ആവാസ വ്യവസ്ഥകളും ജീവജാലങ്ങളും കാലാവസ്ഥയുമെല്ലാം ഇന്നത്തേതുപോലെയായി മാറിക്കഴിഞ്ഞു. നിയോജീനിൻ്റെ ആദ്യ സമയമായ മയോസിൻ കാലഘട്ടത്തിലാണ് കരയിലും വെള്ളത്തിലും വൈവിധ്യമാർന്ന തരത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരങ്ങളായി പരിണമിച്ച സസ്തനികൾ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. കരടികളുടെയും ഹൈനകളുടെയും പൂർവികർ,
മാൻവർഗ്ഗങ്ങൾ, ആനകൾ, പുലികൾ പോലെയുള്ള വലിയ പൂച്ചവർഗ്ഗങ്ങൾ, കങ്കാരുകൾ, അങ്ങനെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല ജീവജാലങ്ങളും ജനിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന വലിയ മഴക്കാടുകളെല്ലാം ചെറിയ പുൽമേടുകളായി മാറിയതും സമുദ്രത്തിൽ അനേകം ജീവജാലങ്ങളുണ്ടായതും വ്യത്യസ്ത തരങ്ങളിലുള്ള തിമിംഗലങ്ങൾ രൂപം കൊണ്ടതുമെല്ലാം ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. സസ്തനികൾക്ക് വലിയ തരത്തിൽ രൂപമാറ്റങ്ങൾ സംഭവിച്ചത് അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ രൂപമാറ്റം സംഭവിക്കുന്ന ആ അവസ്ഥയെ പ്രോട്ടോ പ്രീമിയേറ്റ് എന്നാണ് പറയുന്നത്. മണ്ണിലൂടെ നടക്കുന്നതിനും മരത്തിൽ കയറുന്നതിനും വസ്തുക്കൾ എടുത്തു പിടിക്കുന്നതിനും കഴിയുന്ന തരത്തിൽ അവരുടെ കൈകൾക്കും കാലുകൾക്കുമെല്ലാം ഒരേപോലെ രൂപമാറ്റം വന്നു. അങ്ങനെ പരിണമിച്ച അവർ പല വർഗങ്ങളായി വേർതിരിഞ്ഞു. മയോസിൻ കാലഘട്ടത്തിൽ ഏകദേശം 21 മുതൽ 17 കോടി വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ മഴക്കാടുകൾക്കുള്ളിൽ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു സസ്തനി രൂപം കൊണ്ടു. ഇന്നത്തെ കുരങ്ങുകളുമായി ഏറെ സാദൃശ്യമുണ്ടായിരുന്ന ഒരു സസ്തനി, പ്രൊക്കോൺസൽ. ഈ ലോകത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കുവാൻ കഴിവുള്ള, ഇന്നീ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാശിയിലേക്കുള്ള വലിയ പരിണാമങ്ങളുടെ തുടക്കം. കഥ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഏകദേശം 53 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മയോസീൻ കാലഘട്ടം അവസാനിച്ചു. തുടർന്ന് 28 ലക്ഷം വർഷക്കാലത്തോളം നീണ്ടുനിന്ന പ്ലയോസീൻ എന്ന കാലഘട്ടം ആരംഭിച്ചു. ഈ ഒരു കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപ് ആഫ്രിക്കയിലെ വനങ്ങൾക്കുള്ളിലാണ് നമ്മുടെ പൂർവികരുടെ പരിണാമം ആരംഭിക്കുന്നത്. കൈകളും കാലുകളും ഒരുപോലെ ഉപയോഗിച്ച് വസ്തുക്കൾ എടുത്തു പിടിക്കുവാൻ സാധിക്കുന്ന വിധത്തിലും ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ താമസിക്കുവാനും ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടി സഞ്ചരിക്കുവാനും സാധിക്കുന്ന വിധത്തിലായിരുന്നു ആദ്യത്തെ പൂർവികരുടെ ശരീരഘടന. അവർ ഇരു കൈകളും കാലുകൾ പോലെ തന്നെ ഉപയോഗിച്ച് നാൽക്കാലികളെ പോലെയായിരുന്നു നടന്നിരുന്നത്. സെഹലാൻഡ്രോപ്പസ്, ഒറോറി, ആർട്ടിപിത്തക്കസ് എന്നിവരായിരുന്നു പൊതുപൂർവികരിൽ നിന്നും പരിണാമം പ്രാപിച്ച മനുഷ്യൻ്റെ ആദ്യത്തെ പൂർവ്വപിതാക്കന്മാർ. ആ കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചിരുന്നത് മുഴുവനും ആഫ്രിക്കയിലെ വലിയ വനങ്ങൾക്കുള്ളിൽ മാത്രമായിരുന്നു. കാട്ടിലെ പഴങ്ങളും ചെടികളും എല്ലാം ഭക്ഷിക്കുന്ന സസ്യബുക്കുകളായിരുന്നു ഈ പൂർവ്വപിതാക്കന്മാർ. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. മയോസിൻ കാലഘട്ടത്തിൻ്റെ അവസാന സമയം. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ ഡ്രിഫ്റ്റ് വാലി എന്ന വലിയൊരു പർവ്വതനിര രൂപം കൊണ്ടു. ആഫ്രിക്കയുടെ ഭൂപ്രകൃതിയെ തന്നെ അത് മാറ്റിമറിച്ചു. ഇതുമൂലം കാലങ്ങൾ കഴിയുന്തോറും ആഫ്രിക്കയിലെ വലിയ വനങ്ങളെല്ലാം ചെറിയ പുൽമേടുകൾ മാത്രമായി മാറി. ഇതിനോടൊപ്പം ആ പ്രദേശങ്ങളിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മറ്റൊരു വംശനാശത്തിൻ്റെ സൂചന. കാലാവസ്ഥയിൽ സംഭവിച്ച ഈ വലിയ വ്യതിയാനവും വനങ്ങൾക്ക് സംഭവിച്ച മാറ്റവും പല ആവാസ വ്യവസ്ഥകളെയും തകർത്ത് കളഞ്ഞു. അന്ന് വനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ചെറുതും വലുതുമായ പല ജീവജാലങ്ങൾക്കും ഈ ഒരവസ്ഥയെ അതിജീവിക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ എല്ലാം ഫലമായി അവയ്ക്ക് വംശനാശം സംഭവിച്ചു. എന്നാൽ ഇവരോടൊപ്പം വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മനുഷ്യരുടെ പൂർവികർ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു. അതിനുവേണ്ടി അവർ മരങ്ങൾക്ക് മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നു. ഈ പൂർവ്വപിതാക്കന്മാർ വംശനാശത്തിൻ്റെ വക്കിൽ എത്തിച്ചേർന്നില്ല എങ്കിലും ഈ കാലാവസ്ഥാ വ്യതിയാനം അവരുടെ സാമ്രാജ്യത്തെ മുഴുവനും ഉഷ്ണമേഖലാ പ്രദേശമാക്കി മാറ്റി. അതിനോടൊപ്പം തന്നെ അവരുടെ ആവാസ വ്യവസ്ഥകളെല്ലാം താറുമാറായിപ്പോയി. പട്ടിണിയായിപ്പോയ അവർ ഭക്ഷണം തേടി അലയാൻ തുടങ്ങി. 4 കാലിൽ നടക്കുക എന്നത് ഇപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നത് അത്യാവശ്യമായി വന്നു. പലതരത്തിലും പ്രതിരോധിച്ചു നോക്കിയെങ്കിലും ശത്രുക്കളുടെ ആക്രമണം കൂടി വന്നതോടെ ആദ്യമായി അവർ മരക്കമ്പുകൾ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. മാത്രമല്ല, വനങ്ങൾ ഇല്ലാതായതോടെ പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന സസ്യബുക്കുകളായ ഈ പൂർവികർക്ക് ആഹാരം ലഭിക്കാതെയായി. അങ്ങനെ പട്ടിണിയായിപ്പോയ നമ്മുടെ പൂർവികർ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു.
ശത്രുക്കളായ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി കൈകളിൽ എടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ വന്യമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. പഴയതുപോലെ ഇനിയും 4 കാലിൽ നടന്നാൽ വേട്ടയാടാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നതിനും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി മനുഷ്യൻ്റെ പൂർവ്വപിതാക്കന്മാർ 2 കാലിൽ നിവർന്നു നിന്നു. മനുഷ്യപരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈയൊരു മാറ്റത്തെ ബൈപെഡലിസം എന്നാണ് പറയുന്നത്. അവർ ഇന്ന് നമ്മൾ നടക്കുന്നത് പോലെ നടക്കാനും നല്ല വേഗതയിൽ ഓടാനും തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കാലങ്ങൾ കടന്നു പോകുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ പൂർവികരിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വലിയ പരിണാമങ്ങൾ സംഭവിച്ച ഈ പൂർവികർ 4.5 അടി ഉയരവും 40 കിലോഗ്രാമോളം ഭാരവുമുള്ള ഓസ്ട്രാലോപിത്തക്കസുകളായി പരിണമിച്ചു. 20 ലക്ഷം വർഷക്കാലത്തോളം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഓസ്ട്രാലോപിത്തക്കസുകളാണ് നമ്മിലേക്കുള്ള പരിണാമത്തിൻ്റെ നിർണായക ഘടകം. ഇടുങ്ങിയ നെറ്റി, കുഴിഞ്ഞ കണ്ണ്, ഉന്തിയ പിരികം, പരന്ന മൂക്ക്, ഉന്തിയ താടി, ഇതെല്ലാമായിരുന്നു അവരുടെ പ്രത്യേകതകൾ. 4 കാലിൽ നടക്കുന്ന നാൽക്കാലികളുടെ തലയോട്ടിയിലെ ഹോർമൻ മാഗ്നം എന്ന സുഷിരം തലയോട്ടിക്ക് പിറകിലായിട്ടാണുള്ളത്. ഓസ്ട്രാലോപിത്തക്കസുകളിൽ ഈ സുഷിരം നമ്മുടെ തലയോട്ടിയിൽ ഉള്ളതുപോലെ തന്നെ തലയോട്ടിയുടെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അവൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗവും കാലിലെ അസ്ഥികളുമെല്ലാം ഒരു മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. അവൻ വലിയ മരങ്ങൾക്ക് മുകളിൽ കൂടുകൂട്ടി താമസിച്ചിരുന്നില്ല. ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊരു വൃക്ഷത്തിലേക്ക് ചാടി നടന്നിരുന്നില്ല. അവൻ്റെ വാസം കരയിൽ തന്നെയായിരുന്നു. അവൻ 2 കൈകളും വീശി 2 കാലിൽ നിവർന്നായിരുന്നു നടന്നിരുന്നത്. സസ്തനികളിൽ മനുഷ്യർക്ക് മാത്രമേ വളരെ സ്വാഭാവികമായി നിവർന്നു നിൽക്കാൻ കഴിവുള്ളൂ. മനുഷ്യർക്ക് മാത്രമേ നിവർന്നു നിൽക്കാൻ അനുയോജ്യമായ അസ്ഥികളും പേശികളും തലയോട്ടിയും ശരീരനിർമ്മിതിയും കാണുവാൻ സാധിക്കും. ഈ സവിശേഷതകളെല്ലാം മനുഷ്യൻ തൻ്റെ മുൻഗാമിയായ ഓസ്ട്രലോപിത്തക്കസിൽ നിന്നും പരമ്പരാഗതമായി കരസ്ഥമാക്കിയതാണ്. ആധുനിക മനുഷ്യരുമായി ഒരുപാട് സാമ്യമുണ്ടായിരുന്ന അവർക്കും ആധുനിക മനുഷ്യനെ പോലെ തന്നെ 32 പല്ലുകളാണ് ഉണ്ടായിരുന്നത്. അവരുടെ അണപ്പല്ലുകൾ വലിയ കുരങ്ങന്മാരെ പോലെയായിരുന്നു. ഇവരുടെ പ്രധാന ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ചെറിയ പല്ലി പോലുള്ള ജീവികളുമായിരുന്നു. ഒരു കാലത്ത് മഴക്കാടുകളാൽ സമൃദ്ധമായിരുന്ന ആഫ്രിക്ക മുഴുവൻ ചുട്ടുപൊള്ളുന്ന ഉഷ്ണമേഖലാ പ്രദേശമായി മാറിയ സമയമായിരുന്നു അന്ന്. ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകളും വളരെ കുറച്ചു മാത്രം വൃക്ഷങ്ങളും. ഈ ഒരു കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് സഹായകരമായിരുന്നു അവരുടെ ശരീരഘടന. ഭക്ഷണം കണ്ടെത്തുന്നതിനായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുവാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചവർ തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശം വിട്ട് പല ദേശങ്ങളിലേക്കും പോയി. എന്നാൽ പഴയതുപോലെ അപ്പോഴും അവരെ നിരന്തരം വന്യമൃഗങ്ങൾ ആക്രമിക്കാറുണ്ടായിരുന്നു. ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അവരെ പ്രതിരോധിക്കുന്നതിനുമായി പൂർവ്വപിതാക്കന്മാർ കൂട്ടം ചേർന്ന് ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവരെ നേരിടുന്നതിന് വേണ്ടി കല്ലുകൾ പോലുള്ളവ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി. പരിണാമചരിത്രത്തിൽ ആദ്യമായി കൂട്ടമായി ജീവിച്ചു തുടങ്ങിയതും കല്ലിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഓസ്ട്രാലോപിത്തക്കസുകളാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതുപോലൊരു പരിണാമം സംഭവിച്ചത്. ആഫ്രിക്കയിലെ വനങ്ങളിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ മാത്രം ജീവിച്ചിരുന്ന ആൾക്കുരങ്ങുകൾ വനങ്ങൾ നശിക്കാൻ തുടങ്ങിയപ്പോൾ മരങ്ങൾക്ക് മുകളിൽ നിന്നും കരയിലേക്ക് ഇറങ്ങി വന്നു. നാൽക്കാലികളായിരുന്ന അവർ അങ്ങനെ ഇരുകാലികളായി മാറി. വനങ്ങളിലുണ്ടായിരുന്ന പഴങ്ങളും ചെടികളും മാത്രം ഭക്ഷിച്ചിരുന്ന സസ്യബുക്കുകളായിരുന്ന അവർ കരയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ മാംസഭോജികളായി തീർന്നു. മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ബലഹീനരായിരുന്ന അവർ കല്ലുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവരെക്കാൾ ബലവാന്മാരായി മാറി. തങ്ങൾ രൂപം കൊണ്ട പ്രദേശത്ത് തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളും നിലകൊണ്ടപ്പോൾ അവരെക്കാളെല്ലാം വളരെ വ്യത്യസ്തമായി തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും അവർ ദേശാന്തരങ്ങളിലേക്ക് പോയി. ഓസ്ട്രാലോപിത്തക്കസുകളായി പരിണമിച്ച മനുഷ്യരുടെ പൂർവികർക്ക് വീണ്ടും പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. ഏകദേശം 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. മനുഷ്യപരിണാമത്തിലെ സുപ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച 2.5 കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിയോജീൻ കാലഘട്ടം അവസാനിച്ചു.
അത് പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കാലഘട്ടം. വലിയ പരിണാമങ്ങൾ സംഭവിച്ച കാലഘട്ടം. മനുഷ്യരുടെ പൂർവികർക്ക് പരിണാമങ്ങൾ സംഭവിച്ച് നമ്മളായി മാറിയ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാട്ടേണറി കാലഘട്ടം. ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 20ലും അധികം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മനുഷ്യവർഗങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അന്നേ വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന പൂർവികരിൽ നിന്നും വളരെ വ്യത്യസ്തരായ ഒരു വിഭാഗമുണ്ടായിരുന്നു. സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ കഴിവുള്ള, ആയുധങ്ങൾ നിർമ്മിക്കുവാൻ അറിവുള്ള, മനുഷ്യനുമായി ഒരുപാട് സാദൃശ്യമുള്ള പൂർവികർ. ഹോമോ ഹാബിലസ്. 23 ലക്ഷം വർഷങ്ങൾ മുതൽ 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന പൂർവികർ. ഓസ്ട്രാലോപിത്തക്കസുകളിൽ നിന്നും പരിണമിച്ച, നമ്മളുമായി ഏറെ സാമ്യമുണ്ടായിരുന്ന മനുഷ്യൻ്റെ പുരാതന പൂർവിക വിഭാഗം ഹോമോ ഹാബിലസുകൾ. ആഹാരം തേടി കണ്ടെത്തുന്നതിനും ശത്രുക്കളായ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും മറ്റു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനും എല്ലാമായി പൂർവികർ കൂട്ടമായി ജീവിക്കുകയും കല്ലുകളും മരക്കമ്പുകളുമെല്ലാം ആയുധങ്ങളായി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം. വേഗതയിൽ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനും വേട്ടയാടി പിടിക്കുന്ന ഇരകളുടെ മാംസം കീറിയെടുക്കുന്നതിനുമായി പൂർവികരായിരുന്ന ഓസ്ട്രാലോപിത്തക്കസുകൾ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ തങ്ങളുടെ പൂർവികരായിരുന്ന ഓസ്ട്രാലോപിത്തക്കസുകൾ ഉപയോഗിച്ചിരുന്ന ഈ കല്ലുപയോഗിച്ച് വ്യത്യസ്ത തരത്തിൽ ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുവാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ കല്ലുകൾ ഉപയോഗിച്ച് ആദ്യമായി ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുവാൻ തുടങ്ങുന്നത് ഹോമോ ഹാബിലസുകളാണ്. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി തങ്ങൾ സ്വയം നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് മരം വെട്ടാനും ഇരപിടിക്കാനും തുടങ്ങി. ഇതുപോലെ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുവാൻ തുടങ്ങിയതോടെ അവരുടെ ചിന്താശേഷി വർദ്ധിച്ചു. അങ്ങനെ സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ അവർ പ്രാപ്തരായി. അന്നേ വരെ ഭൂമിയിൽ ഉത്ഭവിച്ച മനുഷ്യരുടെ സകല പൂർവികരിൽ നിന്നും ഹോമോ ഹാബിലസുകൾ തികച്ചും വ്യത്യസ്തരായി മാറി. ഓസ്ട്രാലോപിത്തക്കസുകൾ എന്ന പൂർവികരെ അപേക്ഷിച്ച് ശാരീരികമായി ധാരാളം സവിശേഷതകൾ ഹോമോ ഹാബിലസുകൾക്കുണ്ടായിരുന്നു. ഇവരുടെ തലച്ചോറ് 700 ഗ്രാമോളം വളർന്നു. തലച്ചോറിൻ്റെ ഈ ഒരു വലിപ്പം അവരുടെ തലയോട്ടിയുടെ ആകൃതിയെ തന്നെ മാറ്റി. തലയോട്ടിയിലെ ബ്രെയിൻ കേവ് എന്ന ഭാഗം പൂർണ്ണമായും വൃത്താകൃതി പ്രാപിച്ചു. ചെറിയ നെറ്റ് പ്രത്യക്ഷപ്പെട്ടു. പൂർവികരെ അപേക്ഷിച്ച് മുഖത്തിന് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഹോമോ ഹാബിലസുകൾക്ക് വളരെ കുറവായിരുന്നു. ഓസ്ട്രാലോപിത്തക്കസുകളേക്കാൾ കട്ടി കുറഞ്ഞ താടിയല്ല. കൂടാതെ ആധുനിക മനുഷ്യരെ പോലെ തന്നെ കൂടുതൽ വൃത്താകൃതിയിൽ അടക്കി വച്ചിരിക്കുന്ന പല്ലുകൾ. ഇവരുടെ അസ്ഥികളെല്ലാം മനുഷ്യരെ പോലെ തന്നെയായിരുന്നു. കാലുകളുടെ വലിപ്പം താരതമ്യേന ചെറുതായിരുന്നു. ഇവരുടെ കൈകളും കാലുകളും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ താരതമ്യേന കുരങ്ങനോടും ഓസ്ട്രാലോപിത്തക്കസുകളോടും സമാനമായിരുന്നു. ഈ പൂർവികർക്ക് ഉയരം കുറവായിരുന്നു. 4 അടി മാത്രം ഉയരമുണ്ടായിരുന്ന ഓസ്ട്രാലോപിത്തക്കസുകളുടെ അത്രയും ഉയരം മാത്രമേ ഇവർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഹോമോ ഹാബിലസ് പുരുഷന്മാർക്ക് 130 സെൻറ്റിമീറ്റർ വരെയും സ്ത്രീകൾക്ക് 110 സെൻറ്റിമീറ്റർ വരെയും. പുൽമേടുകൾ നിറഞ്ഞ വലിയ സാവന്നകളിൽ വ്യത്യസ്തരായ ധാരാളം ജീവജാലങ്ങൾക്കൊപ്പമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ചൂട് കുറഞ്ഞ് അന്തരീക്ഷം തണുത്തു തുടങ്ങുന്ന സമയം ഓസ്ട്രാലോപിത്തക്കസുകൾ എന്ന പൂർവികർ ഭക്ഷണം മുറിക്കുന്നതിനും മറ്റത്യാവശ്യ കാര്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ച് ശിലായുധങ്ങൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയതും ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സകല യന്ത്രസാമഗ്രികളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണങ്ങൾക്ക് അടിത്തറ പാകിയതും ഹോമോ ഹാബിലസുകൾ എന്ന ഈ പൂർവികരാണ്. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനും കശാപ്പ് ചെയ്യുന്നതിനും അവരുടെ കട്ടിയേറിയ ശവശരീരങ്ങൾ കീറി മുറിക്കുന്നതിനുമെല്ലാം വളരെ മൂർച്ച കൂടിയ ആയുധങ്ങൾ അത്യാവശ്യമാണ്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കല്ലിനെ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ഒരു ആയുധമാക്കി മാറ്റുന്നതിനും അവയുടെ അഗ്രഭാഗങ്ങൾ മൂർച്ച കൂട്ടുന്നതിനുമെല്ലാം ഇവർക്ക് താരതമ്യേന ഉയർന്ന ബുദ്ധിശക്തി അത്യാവശ്യമാണ്. സാധാരണ മറ്റു മൃഗങ്ങളെപ്പോലെ തന്നെ വനങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ പൂർവികരിൽ നിന്നും സ്വയം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ബുദ്ധിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് നേടുന്നതിനും മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മരങ്ങൾക്ക് മുകളിൽ കഴിഞ്ഞിരുന്ന ആൾക്കുരങ്ങുകളിൽ നിന്നും ഹോമോ ഹാബിലസുകളിലേക്ക് പരിണാമം വളർന്നു. കാലം വീണ്ടും മുന്നോട്ട് പോയി. ഇവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പല വ്യത്യസ്ത വിഭാഗങ്ങളായി മനുഷ്യൻ പരിണമിച്ചുകൊണ്ടേയിരുന്നു. അവരിൽ
മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച, മനുഷ്യനെ ഈ ലോകത്തിൻ്റെ അധിപനാക്കി മാറ്റിയ ഒരു സവിശേഷ വിഭാഗമുണ്ടായിരുന്നു, ഹോമോ ഇറക്ടസ്. ഏകദേശം 15 ലക്ഷം വർഷം മുതൽ 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോമോ ഇറക്ടസുകൾ ജീവിച്ചിരുന്നത്. പൂർവികരായിരുന്ന ഹോമോ ഹെബിലിസുകൾക്ക് ശിലായുധങ്ങൾ മാത്രമേ നിർമ്മിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇവർ കല്ലുകളും മറ്റു പല വസ്തുക്കളും ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം ആയുധങ്ങൾ നിർമ്മിച്ചു. ആയുധങ്ങൾ മാത്രമായിരുന്നില്ല ഇവർ നിർമ്മിച്ചത്, ചെറുതും വലുതുമായ ധാരാളം ഉപകരണങ്ങളും നിർമ്മിച്ചു. പൂർവികരിൽ നിന്നും വളരെ വ്യത്യസ്തരായി ഇവർ നമ്മെപ്പോലെ തന്നെ ആഹാരം പാകം ചെയ്താണ് കഴിച്ചിരുന്നത്. പൂർവികരെ എല്ലാം വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവർക്ക് വളരെ ശക്തിയേറിയ അസ്ഥികൂടമായിരുന്നു ഉണ്ടായിരുന്നത്. ആധുനിക മനുഷ്യരുമായി ഒരുപാട് സാമ്യമുള്ള അസ്ഥികൂടം. എന്നാൽ ഇവരുടെ ശരീരം നമ്മേക്കാൾ ചെറുതും ശക്തവുമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് പൂർവികരെ അപേക്ഷിച്ച് വലിപ്പം കൂടിയ ആധുനിക മനുഷ്യരുടേതിന് സമാനമായ തലച്ചോറായിരുന്നു ഉണ്ടായിരുന്നത്. താഴ്ന്നതും ചെരിഞ്ഞതുമായ നെറ്റി, വലിയ നെറ്റിത്തടം, വിശാലമായ മൂക്ക് എന്നീ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് വലിപ്പം കൂടുതലായിരുന്നു. ഇവർക്ക് കൂർത്ത താടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ താടിയെല്ലുകൾക്ക് കട്ടിയും വലിപ്പവും കൂടുതലായിരുന്നു. കൈകളും കാലുകളും അന്നേ വരെയുള്ള പൂർവികരിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആധുനിക മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. കുന്തങ്ങളും ശിലായുധങ്ങളുമെല്ലാം ഉപയോഗിച്ചിരുന്ന അവർക്ക് മുന്നിൽ വന്യമൃഗങ്ങൾ പോലും കീഴടങ്ങി. ചെറുതും വലുതുമായ ധാരാളം മൃഗങ്ങളെ അവർ നിരന്തരം വേട്ടയാടി. മൃഗങ്ങളുടെ വലിപ്പവും ശക്തിയും ഒന്നും അവർക്കൊരു തടസ്സമേ ആയിരുന്നില്ല. ഹോമോ ഇറക്ടസ് എന്ന ഈ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതലാണ് മനുഷ്യൻ ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിക്കാൻ തുടങ്ങിയത്. ഇതേ സമയത്ത് തന്നെയാണ് മനുഷ്യപരിണാമത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വലിയ കണ്ടുപിടുത്തം നടക്കുന്നത്. അന്നേ വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവജാലങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കാത്ത, എന്നേക്കുമായി മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും മാറ്റിമറിച്ച തീ എന്ന ശക്തിയെ സൃഷ്ടിക്കുവാനും അതിനെ മെരുക്കി ഉപയോഗിക്കുവാനും അവർ പഠിച്ചു. അന്നുവരെ മറ്റ് മാംസബുക്കുകളായ മൃഗങ്ങളെപ്പോലെ തന്നെ പച്ചമാംസം ഭക്ഷിച്ചിരുന്ന അവർ ആഹാരം തീയിൽ ചുട്ട് ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്ക് ഇരുട്ടത്ത് വെളിച്ചം ലഭിച്ചു, തണുപ്പത്ത് ചൂട് ലഭിച്ചു, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം എന്നേക്കുമായി രക്ഷ ലഭിച്ചു. അതുവരെ ഭൂമിയിലുണ്ടായിരുന്ന മറ്റ് സകല പൂർവികരിൽ നിന്നും ഹോമോ ഇറക്ടസ് തികച്ചും വ്യത്യസ്തരാകാൻ തുടങ്ങി. മനുഷ്യപരിണാമ ചരിത്രത്തിൽ ആദ്യമായി അവർ ആശയവിനിമയങ്ങൾ നടത്തി. അതിനുവേണ്ടി അവർ പല ശബ്ദങ്ങളും പുറപ്പെടുവിച്ചു. ആശയവിനിമയത്തിനു വേണ്ടി നമ്മുടെ പൂർവികരായിരുന്ന ഹോമോ ഇറക്ടസുകൾ പുറപ്പെടുവിച്ച ശബ്ദങ്ങളാണ് പിന്നീട് ഭാഷകളായി മാറുന്നത്. ആശയവിനിമയത്തിനു വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഈ ശബ്ദങ്ങൾക്ക് പുറമെ തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ പങ്കുവെക്കുന്നതിനു വേണ്ടി തങ്ങൾ വസിച്ചിരുന്ന ഗുഹകളുടെ ഭിത്തികളിൽ അവർ പല ചിത്രങ്ങളും മറ്റു പല അടയാളങ്ങളും വരച്ചു. ആ ഗുഹാചിത്രങ്ങളെല്ലാം ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റു പൂർവികരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു ഹോമോ ഇറക്ടസുകൾ. ഇപ്പോൾ കണ്ട ഈ പ്രത്യേകതകൾ മാത്രമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളമായി തങ്ങളുടെ പൂർവികർ അധിവസിച്ചിരുന്ന ആഫ്രിക്കയിലെ പ്രദേശങ്ങൾ വിട്ട് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ കടന്നു ചെന്നു. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡം തന്നെ വിട്ട് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും പോയി. ആഫ്രിക്കയുടെ പുറത്തേക്ക് പോയ മനുഷ്യൻ്റെ ആദ്യത്തെ പൂർവ്വപിതാക്കന്മാരാണ് ഹോമോ ഇറക്ടസുകൾ. അവർ യൂറോപ്പിലെത്തിച്ചേർന്നു. തങ്ങൾ ജനിച്ച മണ്ണിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്ന മറ്റ് സകല ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായി മനുഷ്യൻ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. എന്നാൽ മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി പിറവിയെടുത്ത ഹോമോ ഇറക്ടസുകൾ എന്ന ഈ പൂർവികർക്ക് പ്രകൃതി അവിടെ ഒരുക്കി വെച്ചിരുന്നത് വലിയ ദുരന്തമായിരുന്നു. 1.1 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. വടക്കൻ അറ്റ്ലാന്റിക് മുഴുവൻ മഞ്ഞ് മൂടാൻ തുടങ്ങി. അറ്റ്ലാന്റിക്കിൻ്റെ മുകളിൽ മൂടിയ ഈ മഞ്ഞുപാളികൾ 4000 വർഷക്കാലത്തോളം അറ്റ്ലാന്റിക്കിനെ മൂടി നിന്നു. യൂറോപ്പിനെ ആദ്യമായി കോളനിവൽക്കരിക്കാൻ തുടങ്ങിയ ഹോമോ ഇറക്ടസുകൾക്ക് ഈ വലിയൊരു മാറ്റത്തെ അതിജീവിക്കുവാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ഈ വലിയ കാലാവസ്ഥാ വ്യതിയാനം യൂറോപ്പിനെ വാസയോഗ്യമല്ലാതെയാക്കി മാറ്റി. മാത്രമല്ല, അതികഠിനമായ ഈ ഹിമപാതം ഹോമോ ഇറക്ടസിൻ്റെ ഭക്ഷണങ്ങളെല്ലാം ഇല്ലാതെയാക്കി. ഇത്രത്തോളം വലിയ തണുപ്പിനെ അതിജീവിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. തണുപ്പിനെ അതിജീവിക്കുന്നതിനും തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനും ആവശ്യമായ വസ്ത്രങ്ങളോ പാർപ്പിടമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം യൂറോപ്പിൽ ഹോമോ ഇറക്ടസുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു. അങ്ങനെ യൂറോപ്പിലുണ്ടായിരുന്ന 10,000 കണക്കിന് മനുഷ്യരുടെ പൂർവികർ
തണുത്ത് മരവിച്ചും ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്നും മരിച്ചുപോയി. ഈ വലിയ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന പൂർവികർക്കെല്ലാം വംശനാശം സംഭവിച്ചു. കാലം പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചു. മിച്ചമുണ്ടായിരുന്ന മനുഷ്യരുടെ പൂർവികർക്കെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ മനുഷ്യനുമായി ഏറെ സാമ്യമുള്ള, കാലാവസ്ഥാ വ്യതിയാനങ്ങളെയെല്ലാം അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശക്തിയുള്ള, ഇന്നത്തെ മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയും കഴിവുകളും എല്ലാമുള്ള ഒരു പ്രത്യേക വിഭാഗം രൂപം കൊണ്ടു. ഹോമോ നിയണ്ടർതാൾസ്. ഐസേജ് അഥവാ ഹിമയുഗം. നമ്മൾ ഇന്ന് വസിക്കുന്ന ഭൂമിയേക്കാളും തികച്ചും വ്യത്യസ്തമായിരുന്ന ഭൂമി. ഇന്നത്തെ ആർട്ടിക് പ്രദേശങ്ങളിലെ പോലെ തന്നെ ഭൂമിയുടെ സിംഹഭാഗവും മഞ്ഞു മൂടിക്കിടന്നിരുന്ന കാലഘട്ടങ്ങൾ. 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉത്ഭവിച്ച ശേഷം പലതവണ ഇതുപോലെ ഭൂമി മുഴുവൻ മഞ്ഞുമൂടി ഒരു മഞ്ഞുകട്ട പോലെയായി മാറിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും വലിയ മഞ്ഞുമൂടൽ സംഭവിച്ചത് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച അവസാനത്തെ ഹിമയുഗം. നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമായിരുന്നു അത്. കാരണം ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യരായി നമ്മൾ പിറവിയെടുക്കുന്നത് ഇതേ കാലഘട്ടത്തിലാണ്. നമ്മൾ മാത്രമല്ല, ആധുനിക മനുഷ്യരോട് ഏറെ സാമ്യമുണ്ടായിരുന്ന നമ്മുടെ തൊട്ടടുത്ത ബന്ധുവായിരുന്ന നിയണ്ടർതാൽ മനുഷ്യർ പിറവിയെടുത്തതും അവർ ഇല്ലാതായിപ്പോയതും അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. അന്ന് ഭൂമിയുടെ സിംഹഭാഗവും മഞ്ഞു മൂടി കിടക്കുകയാണ്. ഗ്ലേഷ്യറുകൾ എന്നറിയപ്പെടുന്ന വലിയ മഞ്ഞുപാളികൾ വടക്ക് നിന്നും പുറപ്പെട്ട് ഏഷ്യ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ മുഴുവൻ മൂടിക്കഴിഞ്ഞു. ചില പ്രദേശങ്ങളിൽ ഏകദേശം 1.5 മീറ്ററോളം ഉയരത്തിൽ മഞ്ഞുപാളികളുണ്ട്. ഈ വലിയ ഹിമപാളികൾ സമുദ്രജലത്തെ വലിച്ചെടുക്കുന്നത് കൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പ് വളരെയേറെ താണു. ഇതിൻ്റെ ഫലമായി പുതിയ കരകൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഐസ്ലാൻഡ്, ബ്രിട്ടീഷ് ദ്വീപുകളെല്ലാം യൂറോപ്പിനോട് ചേർന്നു. മെഡിറ്ററേനിയൻ കടൽ ഒരു ചെറിയ തടാകത്തെ പോലെയായി മാറി. ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ കരമാർഗം ബന്ധപ്പെട്ടു. ഈ സമയത്ത് ഉഷ്ണമേഖലാ പ്രദേശത്ത് സുഖമായി ജീവിച്ചിരുന്ന ജീവജാലങ്ങൾക്ക് ജീവിതം ദുസ്സഹമായി മാറി. ഈ കൊടിയ തണുപ്പിനോട് പ്രതിരോധിക്കുവാൻ അവർക്കത്ര എളുപ്പമായിരുന്നില്ല. പലർക്കും വംശനാശം സംഭവിച്ചു. പലതും നാമാവശേഷമായിപ്പോയി. എന്നാൽ മറ്റു പല ജീവികൾ ഈ മഞ്ഞുകാലത്തോട് പടപൊരുതി അതിജീവിച്ചു കൊണ്ടേയിരുന്നു. ചെറിയ ജീവജാലങ്ങൾ, വലിയ സസ്തനികൾ, ഇന്നുള്ളതും ഇല്ലാത്തതുമായ ധാരാളം പക്ഷികൾ. ഇവരെല്ലാം പരിസ്ഥിതിയുടെ ഈ കഠിന സാഹചര്യങ്ങളോട് നിരന്തരം പടപൊരുതി അതിജീവിച്ചു വന്നു. രോമക്കുപ്പായം അണിഞ്ഞ വലിയ മാമത്തുകൾ, വളഞ്ഞ വാളുപോലെ ഭീകര പല്ലുകളുള്ള സ്മിലോഡോൺ, മെഗാതേരിയം. ഇന്ന് നമ്മൾ കാണുന്ന ധാരാളം ജീവജാലങ്ങളും ഇന്നത്തെ രൂപത്തിലല്ലെങ്കിലും അന്നേ ജന്മമെടുത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കുരങ്ങുകൾ, എലികൾ, മാൻമൃഗങ്ങൾ, വലുതും ചെറുതുമായ ധാരാളം കന്നുകാലി വർഗ്ഗങ്ങൾ, കടുവകൾ, കരടികൾ, പരുന്തുകൾ, താറാവുകൾ, അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങൾക്കെല്ലാമൊപ്പം ഒരു വിഭാഗം മനുഷ്യരും ഉണ്ടായിരുന്നു. ഹോമോ നിയണ്ടർതലേൻസിസ് എന്ന നിയണ്ടർതാൽ മനുഷ്യർ. ഏകദേശം 1,00,000 വർഷങ്ങൾക്കും 40,000 വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടമായിരുന്നു അവരുടെ സുവർണ്ണ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ യൂറോപ്പ് മുതൽ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ വരെ വ്യാപിച്ചു കിടന്നിരുന്ന തണുത്തുറഞ്ഞ പ്രദേശത്തായിരുന്നു നിയണ്ടർതാൽ മനുഷ്യർ ജീവിച്ചിരുന്നത്. ആധുനിക മനുഷ്യരുമായി ഒരുപാട് സാമ്യമുണ്ടായിരുന്നു എങ്കിലും അവരൊരിക്കലും നമ്മെപ്പോലെ ആയിരുന്നില്ല. പുരുഷന്മാർക്ക് ഏകദേശം 5 അടി 5 ഇഞ്ച് ഉയരവും സ്ത്രീകൾക്ക് 5 അടി 1 ഇഞ്ച് ഉയരവുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊടിയ തണുപ്പത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ചർമ്മത്തിന് വെളുത്ത നിറവും മുടിക്ക് ചുവന്ന നിറവുമായിരിക്കും ഉണ്ടായിരുന്നത്. ഈ തണുത്ത പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആധുനിക മനുഷ്യരെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മേക്കാളും വലിപ്പം കൂടിയ മൂക്കായിരുന്നു അവരുടേത്. ഒരു ശ്വാസത്തിൽ തന്നെ ധാരാളം വായു അവർക്കുള്ളിലേക്ക് വലിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു. ഉള്ളിലേക്ക് വലിക്കുന്ന ഈ വായുവായിരുന്നു അവരുടെ ശരീരത്തിലെ ചൂട് നിലനിർത്തിയിരുന്നത്. കട്ടി കൂടിയ തലയോട്ടി, ഉന്തി മുന്നോട്ട് നിൽക്കുന്ന പുരുകങ്ങൾ, കനം കൂടി വളഞ്ഞ കൈകാലുകളിലെ അസ്ഥികൾ, പിറകോട്ട് പരന്ന നെറ്റി, ബലിഷ്ഠമായ കഴുത്ത്, വലിയ പല്ലുകൾ, ഇവയെല്ലാം നിയണ്ടർതാലുകളുടെ പ്രത്യേകതകളായിരുന്നു. ശൈത്യമേഖലയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതികളിലും ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു.
മുൻ പൂർവികരെ അപേക്ഷിച്ച് ഇവർ ധാരാളമായി മാംസം ഭക്ഷിച്ചിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാംസം മാത്രമായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. തങ്ങളെക്കാളുമെല്ലാം ഒരുപാട് ശക്തിയും വലിപ്പവുമുള്ള വലിയ വന്യമൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ച് വകവരുത്തിയായിരുന്നു അവർ ആഹാരമാക്കിയിരുന്നത്. വ്യത്യസ്ത തരങ്ങളിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളതുകൊണ്ട് വേട്ടയാടൽ അവർക്ക് ഒരുപാട് എളുപ്പമായിരുന്നു. അങ്ങനെ വകവരുത്തുന്ന മൃഗങ്ങളുടെ മാംസം പച്ചയ്ക്കും തീയിൽ ചുട്ടുമായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത്. തണുപ്പത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ പ്രധാന ഭാഗമായിരുന്നു തീ. കൊടിയ ശൈത്യമായിരുന്ന ആ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിനുള്ള ഏക മാർഗം തീ മാത്രമായിരുന്നു. ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി അവർ തങ്ങൾ ഭക്ഷണമാക്കുന്ന മൃഗങ്ങളുടെ തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ പുരാതന പൂർവികരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിയന്ത്രത്താൽ മനുഷ്യരുടെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും ഒരുപാട് കൂടുതലായിരുന്നു. വേട്ടയാടുന്നതിലുള്ള പ്രത്യേകതകൾ ഇത് തെളിയിക്കുന്നതാണ്. തങ്ങളെക്കാൾ ഒരുപാട് വലിപ്പമുള്ള മൃഗങ്ങളെ അവർ നിഷ്പ്രയാസം വേട്ടയാടി പിടിച്ചിരുന്നു. വേട്ടയാടുന്ന വലിയ മൃഗങ്ങളെ പിടികൂടുന്നതിനായി വലിയ വാരിക്കുഴികൾ കുത്തി ആ മൃഗങ്ങളെ ആ ഒരു പ്രദേശത്തേക്ക് ഓടിച്ച് കുഴിയിൽ വീഴ്ത്തി അവിടെ വെച്ച് വകവരുത്തി വലിച്ചു കയറ്റി തല പൊട്ടിച്ച് തലച്ചോറും അസ്ഥികൾ പൊട്ടിച്ച് അസ്ഥിയിലെ മജ്ജയും അവർ ഭക്ഷിച്ചിരുന്നു. വലിയ മൃഗങ്ങളെ ഇങ്ങനെയായിരുന്നു അവർ വേട്ടയാടിയിരുന്നത്. എന്നാൽ ചെറിയ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ആയുധമുണ്ടായിരുന്നു. ബോള എന്നറിയപ്പെടുന്ന 3 കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആയുധം. ഈ ആയുധം തലയ്ക്ക് മുകളിൽ ചുഴറ്റി ഓടുന്ന മൃഗത്തിന് നേരെ എറിഞ്ഞ് അതിനെ പിടിച്ച് വകവരുത്തിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കരയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മൃഗം മാമത്തായിരുന്നു. ഈ ഒരു മൃഗത്തെയും അവർ വെറുതെ വിട്ടില്ല. അവർ മാമത്തുകളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇവയെ ഒറ്റയ്ക്ക് വേട്ടയാടുക സാധ്യമായിരുന്നില്ല. അതിനായി കൂട്ടമായ പരിശ്രമവും ആസൂത്രണവും അത്യാവശ്യമായിരുന്നു. നിയാൻഡർത്താൽ മനുഷ്യർ കൂട്ടമായി സഹകരിച്ചായിരുന്നു ഈ മാമത്തുകളെയെല്ലാം വേട്ടയാടി പിടിച്ചിരുന്നത്. മുൻകാല പൂർവികരെ അപേക്ഷിച്ച് വളരെ സങ്കീർണമായ പല സംസ്കാരങ്ങളും ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. നിയാൻഡർത്താൽ മനുഷ്യരാണ് മനുഷ്യ പരിണാമ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരെ ബഹുമാനപൂർവ്വം സംസ്കരിച്ചിരുന്നത്. മരിക്കുന്നവരെ അടക്കം ചെയ്തിരുന്ന ശവകുടീരങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരും പുഷ്പങ്ങൾ വിതറിയിരുന്നു. ചിലർ തങ്ങളുടെ മരിച്ചുപോയവരെ ഗുഹാകവാടത്തിൻ്റെ അടുപ്പിൻ്റെ സമീപത്തായിരുന്നു സംസ്കരിച്ചിരുന്നത്. മരിച്ചയാളുടെ ശരീരത്തെ നിവർത്തിക്കിടത്തി തല ഒരു കല്ലുകൊണ്ടുള്ള തലയണയിലായിരുന്നു വെച്ചിരുന്നത്. ശവശരീരത്തിന് സമീപം ഒരു വലിയ കാട്ടുപോത്തിൻ്റെ കാലും അടക്കം ചെയ്തിരുന്നു. കൂടാതെ ആ ശവകുടീരത്തിനുള്ളിൽ ശരീരത്തോടൊപ്പം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം അടക്കം ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഈജിപ്തുകാർ ചെയ്തിരുന്ന രീതികളിൽ തന്നെയാണ് അവരും ഭക്ഷണവും ആയുധങ്ങളും ശരീരത്തോടൊപ്പം സംസ്കരിച്ചിരുന്നത്. മൃതശരീരത്തിന് ആവശ്യമായ പരിചരണവും ശുശ്രൂഷയും നൽകിയില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതവും ശല്യവും ഉണ്ടാകും എന്നുവരെ അവർ കരുതിയിട്ടുണ്ടാകണം. ശവസംസ്കാരത്തിൽ അവർക്ക് പ്രതീക്ഷയും ഭയവും ഭാവി സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നിരിക്കണം. നമ്മെപ്പോലെ തന്നെ നിയന്ത്രത്താൽ മനുഷ്യരും മരണം, ജീവിതം, മരണാനന്തര ജീവിതം ഇവയെപ്പറ്റിയെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകണം. മഞ്ഞുമൂടി കിടന്നിരുന്ന ഈ കാലഘട്ടത്തിൽ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിൽ മധ്യവേനലിൽ പോലും മഞ്ഞുപാളികൾ ഉരുകിയിരുന്നില്ല. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വൃക്ഷങ്ങൾ പോലും അപ്രത്യക്ഷമായി. കരയിൽ മരങ്ങളില്ലാതായതോടെ നിയന്ത്രത്താൽ മനുഷ്യരുടെ ഏക അഭയസ്ഥാനം ഗുഹകൾ മാത്രമായി മാറി. എന്നാൽ ഗുഹകളെല്ലാം ഇതിനോടകം മാംസഭോജികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗുഹകളിലേക്ക് കയറി വരുന്ന മനുഷ്യരെ അവർ ആക്രമിക്കുവാൻ തുടങ്ങി. എന്നാൽ നിയന്ത്രത്താൽ മനുഷ്യർ തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഈ മൃഗങ്ങളെയെല്ലാം പുറത്തു കടത്തി അവർ തിരികെ കയറാതിരിക്കുന്നതിനു വേണ്ടി ഗുഹാമുഖങ്ങളിൽ വലിയ അഗ്നികുണ്ഡങ്ങളൊരുക്കി. അങ്ങനെ മനുഷ്യർ ഗുഹയിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് അനേകായിരം വർഷങ്ങൾ ഗുഹകൾ മനുഷ്യരുടെ വാസസ്ഥലമായി മാറി. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഗുഹാമുഖം, ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത അത്രമാത്രം ഉയരമുള്ള നീരാവി നിറഞ്ഞു നിൽക്കുന്ന ഇരുണ്ട 2000 അടിയോളം നീളമുള്ള ഉൾവശം, ചുണ്ണാമ്പ് വെള്ളം തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്ന, കാൽസ്യം മുള്ളുകൾ തൂങ്ങിക്കിടക്കുന്ന, ജീവിക്കാൻ വളരെ ദുസ്സഹമായ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഗുഹാകവാടത്തിൽ തന്നെയായിരുന്നു അവർ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. ആഹാരം പാകം ചെയ്തിരുന്നത് പോലും ഗുഹാകവാടത്തിലായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ ശാരീരിക പ്രത്യേകതകളുണ്ടായിരുന്ന അവർ ഈ തണുത്ത അവസ്ഥയെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ പൂർണ്ണമായും മൂടിയിരുന്ന ഹിമപാളികൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ്
ഉത്തരധ്രുവത്തിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി. അതോടൊപ്പം ആ പ്രദേശങ്ങളിലെ തണുപ്പും ഇല്ലാതാകാൻ തുടങ്ങി. തണുത്ത ഭൂമിയിൽ പിറവിയെടുത്ത് ഹിമയുഗത്തിൽ ജീവിക്കുവാൻ സാധ്യമായ ശാരീരിക പ്രത്യേകതകളുണ്ടായിരുന്ന നിയാണ്ടർത്താൽ മനുഷ്യർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുവാൻ സാധിക്കാതെ വന്നു. അത് അവരുടെ വംശനാശത്തിലേക്ക് വഴിവെച്ചു. മാരക രോഗങ്ങൾ പിടിപെട്ട് നല്ലൊരു വിഭാഗം തന്നെ ഇല്ലാതെയായിപ്പോയി. ഹിമയുഗത്തോടൊപ്പം നിയാണ്ടർത്താൽ മനുഷ്യരും അവസാനിച്ചു. ഈ ഹിമയുഗം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് സമീപത്തുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ തികച്ചും വ്യത്യസ്തരായ രണ്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. അവർ ഒരുമിച്ച് ജീവിച്ചു, ഇണചേർന്നു. അവർ പരസ്പരം യുദ്ധം ചെയ്തു. അങ്ങനെ അവസാനം ഹിമയുഗത്തോടൊപ്പം നിയാണ്ടർത്താൽ മനുഷ്യർ ഇല്ലാതായതോടെ ഈ ഭൂമിയിൽ ഈ ഒരു വിഭാഗം മനുഷ്യർ മാത്രം അവശേഷിച്ചു. അത് നമ്മളായിരുന്നു. ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ ജീവിച്ചിരുന്ന പുരാതന പൂർവികർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച വലിയ പരിണാമങ്ങളിലൂടെ അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് അവസാനം നമ്മളായി മാറി. ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായും മൂടിക്കിടന്നിരുന്ന ഹിമപാളികൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരധ്രുവത്തിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി. ഈ കാലഘട്ടങ്ങളിൽ തന്നെ നിയാണ്ടർത്താൽ മനുഷ്യരും ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷരായി. അവരുടെ സ്ഥാനത്തേക്ക് പുതിയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ രംഗപ്രവേശനം ചെയ്ത് പഴയ മനുഷ്യർ വസിച്ചിരുന്ന ഗുഹകളും അവരുടെ മേച്ചിൽ സ്ഥലങ്ങളും എല്ലാം കൈയടക്കി. ഈ പുതിയ മനുഷ്യർ നിയാണ്ടർത്താൽ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ വ്യക്തമായ താടിയുള്ള പുതിയ മനുഷ്യരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പരന്ന് ഉയർന്ന നെറ്റി, നിവർന്ന തല, ചെറിയ ഇടുങ്ങിയ കഴുത്ത്, ഉന്തിയ പുരുകത്തിൻ്റെ സ്ഥാനത്ത് കണ്ണിന് മുകളിൽ ചെറിയ പുരുകം, തലയിൽ ഉരുണ്ട പിൻഭാഗം, കട്ടി കുറഞ്ഞ കപോലം, ചെറിയ താടിയെല്ലുകൾ, കൈകളിലെയും കാലുകളിലുമെല്ലാം കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ എല്ലുകൾ. ഇതെല്ലാം പുതിയ മനുഷ്യരുടെ പ്രത്യേകതകളായിരുന്നു. അവസാനത്തെ ഹിമയുഗത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പുരാതന ശിലായുഗത്തിൽ വേട്ടക്കാരായിരുന്ന മനുഷ്യൻ കല്ല്, അസ്ഥികൾ, തടി എന്നിവ കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. അന്ന് കൃഷിഭൂമികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ചുമലിൽ വലിയ കുറേ ഭാരങ്ങളുമേന്തി വേട്ടയാടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി ജീവിച്ചിരുന്ന കാലഘട്ടം. അന്ന് ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുവാൻ യാതൊരു ക്രമീകരണവും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കിട്ടുന്ന ആഹാര സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ ഭക്ഷിച്ചിരുന്നു. ഭക്ഷണം ഒന്നുമില്ലാതെ വരുമ്പോൾ അവർ പട്ടിണി കിടന്നിരുന്നു. അന്നത്തെ ജനസംഖ്യ ഏകദേശം 1.5 ലക്ഷം മാത്രമായിരുന്നു. അതായത് ഇന്ന് ഭൂമിയിലെ 2 ചെറിയ പട്ടണങ്ങളിൽ ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ അത്ര പോലുമില്ല. വലിയ വനങ്ങളിലൂടെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന പുരാതന ശിലായുഗം അഥവാ പാലിയോലിത്തിക് കാലഘട്ടം. ഹിമയുഗം അവസാനിച്ചപ്പോൾ വേട്ടക്കാരായിരുന്ന മനുഷ്യരുടെ ജീവിതശൈലിയിൽ വലിയ തരത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചു. ഹിമപാളികൾ വടക്കോട്ട് മാറി ഭൂമി ചൂടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ നിബിഡ വനങ്ങളുണ്ടായി. റെയിൻഡിയർ, മാമത്ത്, വലിയ കൊമ്പുള്ള കാട്ടുപോത്തുകൾ ഇവയെല്ലാം വടക്കോട്ട് മാറി. അവയിൽ പലരും നശിച്ചുപോയി. പുരാതന ശിലായുഗം അവസാനിച്ച് മധ്യശിലായുഗം അഥവാ മിയോലിത്തിക് യുഗം ആരംഭിച്ചു. മനുഷ്യൻ വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം. ഹിമയുഗം അവസാനിച്ചു എങ്കിലും ഉത്തരാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ഏകദേശം 600 BC വരെ ഇംഗ്ലണ്ട് യൂറോപ്യൻ വൻകരയുടെ ഭാഗം തന്നെയായിരുന്നു. അന്ന് മെസപ്പൊട്ടോമിയൻ പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ കടലിലൂടെ അല്ലാതെ നടന്നായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോയിരുന്നത്. ഇന്ന് കടലിനടിയിൽപ്പെട്ടുപോയ ആ പ്രദേശത്തെല്ലാം അന്ന് വലിയ പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ഹിമയുഗത്തോടൊപ്പം വന്യമൃഗങ്ങളിൽ പലരും അപ്രത്യക്ഷരായി പോയതോടെ മനുഷ്യർക്ക് പുതിയ ആഹാരങ്ങൾ കണ്ടെത്തേണ്ടതായി വന്നു. അവർ വേരുകളും കിഴങ്ങുകളും പക്ഷികളുടെ മുട്ടകളും കായ്കനികളും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. അന്ന് കായൽ തീരത്തും നദീതീരത്തും കടൽക്കരയിലും കഴിഞ്ഞിരുന്ന മനുഷ്യർ മീൻപിടുത്തക്കാരായി മാറി. അവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി വള്ളങ്ങളും ചാളത്തടികളും വലകളും ചൂണ്ടയും എല്ലാം നിർമ്മിക്കാൻ തുടങ്ങി. വിവിധ ആവശ്യങ്ങൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന് തൻ്റെ ബുദ്ധിശക്തി നല്ലതുപോലെ ഉപയോഗിക്കേണ്ടി വന്നു. ആഹാരം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള നൂതന മാർഗങ്ങളും ഉപകരണങ്ങളും അവൻ കണ്ടെത്തി.
എന്നാൽ അന്ന് പഴയതിനേക്കാളും മാംസലഭ്യത വളരെ കുറവായിരുന്നു. ഉള്ളത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ വേഗം കേടായിപ്പോകും. അപ്പോൾ മനുഷ്യൻ പാചകം ചെയ്യാനും ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ക്രമേണ പഠിച്ചു. വലിയ കളിമൺ പാത്രങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ അവൻ പാചകം ചെയ്യുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്ന ശൈലികൾക്കും അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതിനുവേണ്ടി അവർക്ക് പുതിയ ആയുധങ്ങൾ അത്യാവശ്യമായിരുന്നു. ദൂരെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്നതിനും വളരെ വേഗതയിൽ ഇരയുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നതുമായ ഒരായുധം അന്നവർ നിർമ്മിച്ചു. അങ്ങനെ അമ്പും വില്ലും എന്ന ആയുധം ആദ്യമായി മനുഷ്യൻ കണ്ടെത്തി. ഈ ഒരു ആയുധം നായാട്ടിൽ വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. അമ്പും വില്ലുകളും അറ്റത്ത് വിഷം പുരട്ടിയ വലിയ കുന്തങ്ങളുമായിരുന്നു അന്നത്തെ മനുഷ്യൻ്റെ പ്രധാന ആയുധം. മധ്യശിലായുഗത്തിൽ തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൗഹൃദം മനുഷ്യന് കിട്ടിയത്. അന്ന് വേട്ടക്കാരൻ്റെ നായാട്ടിലെ പ്രധാന സുഹൃത്ത് പട്ടികളായിരുന്നു. നായാട്ടി പിടിച്ചുകൊണ്ടുവരുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുവാൻ എത്തിച്ചേർന്ന ചെറിയ മൃഗങ്ങളിൽ നിന്നുമാണ് ആദ്യമായി മനുഷ്യൻ പട്ടികളെ മെരുക്കിയെടുക്കുന്നത്. അവ പിന്നീട് മണം പിടിച്ച് വഴിത്താരകൾ നിർണയിച്ചുകൊണ്ട് മനുഷ്യരുടെ വലിയ സഹായിയായി മാറി. അങ്ങനെ മനുഷ്യനും പട്ടിയുമായി വളരെ നീണ്ട സുഹൃത്ത് ബന്ധം ആരംഭിച്ചു. ഹിമയുഗത്തിൻ്റെ അവസാനത്തോടെ വലിയ മൃഗങ്ങൾ കുറഞ്ഞതോടെ മനുഷ്യൻ ദീർഘദൂര നായാട്ട് കുറച്ച് തൻ്റെ സമീപ പ്രദേശങ്ങളിലെ വേട്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ ജീവിക്കാനും നായാടാനും തുടങ്ങി. ഇത് മനുഷ്യ ചരിത്രത്തിലെ പുതിയൊരു സംസ്കാരത്തിൻ്റെ ആരംഭമായിരുന്നു. മനുഷ്യൻ നദീതീരങ്ങളിൽ ചെറിയ സമൂഹങ്ങളായി ജീവിതം ആരംഭിച്ചു. അലഞ്ഞു തിരിഞ്ഞു നടന്ന നീണ്ട യാത്രകൾ കുറച്ച് അവർ മീൻ പിടിച്ചും വേട്ടയാടിയും കൈക്കനികൾ ഭക്ഷിച്ചും ജീവിതം തുടർന്നു. കല്ലുകൊണ്ടും തടികൊണ്ടും അവർ ചില പ്രതീകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വള്ളവും തുഴയും നിർമ്മിക്കാൻ തുടങ്ങി. വേട്ടയാടുന്നതിനാവശ്യമായ അമ്പ്, വില്ല്, കുന്തം, മഴു ഇവയെല്ലാം നിർമ്മിക്കാൻ തുടങ്ങി. നാളുകളോളം മനുഷ്യർ ഒരേ സ്ഥലത്ത് തന്നെ കൂട്ടമായി ജീവിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ശ്രദ്ധ കൃഷിയിലേക്ക് തിരിഞ്ഞു. മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി. മനുഷ്യർ അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് പുതിയൊരു സംസ്കാരത്തിൻ്റെ തന്നെ തുടക്കമായിരുന്നു. നവീന ശിലായുഗം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ആഹാരത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പല സ്ഥിരവാസ കേന്ദ്രങ്ങളും മനുഷ്യൻ കണ്ടെത്തി. 12,000 വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ഇന്ത്യയിൽ സിന്ധു നദിക്ക് സമീപത്തും ഈജിപ്തിൽ നൈൽ നദീ തീരത്തും പാലസ്തീൻ, മെസപ്പൊട്ടോമിയ എന്നീ പ്രദേശങ്ങളിലും മനുഷ്യൻ സ്ഥിരവാസ കേന്ദ്രങ്ങളിൽ പാർക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി കൃഷിഭൂമികൾ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യൻ കൃഷി ചെയ്യാനും ധാന്യങ്ങൾ ശേഖരിക്കാനും തുടങ്ങി. മെഡിറ്ററേനിയൻ പ്രദേശത്ത് പ്രശസ്തമായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്ക് സമീപത്ത് വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശമാണ് പഴയ മെസപ്പൊട്ടോമിയ. ഇവിടെയാണ് മനുഷ്യൻ കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും പ്രാരംഭം കുറിച്ചത്. അതായത് കാടത്തത്തിൽ നിന്നും സംസ്കാരത്തിൻ്റെ പടിവാതിലിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യത്തെ കാൽവയ്പ്. ഇതോടുകൂടി മനുഷ്യൻ തങ്ങളുടെ ശിലായുധങ്ങളെ നവീകരിച്ച രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പണിയായുധങ്ങൾ നിർമ്മിച്ച ശേഷം അതിനെ മിനുസപ്പെടുത്തി മൂർച്ച കൂട്ടി. അതിൻ്റെ പ്രവർത്തനക്ഷമത വളരെയേറെ വർദ്ധിപ്പിച്ചു. തുടർന്ന് അതിൻ്റെ ഉപയോഗത്തിലും വൈവിധ്യങ്ങൾ കൂട്ടി. മനുഷ്യൻ കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി മൃഗങ്ങളെ മെരുക്കിയെടുത്ത് തങ്ങളോടൊപ്പം വളർത്താൻ തുടങ്ങിയത്. വളർത്തുമൃഗങ്ങളുടെ ഈ കടന്നുവരവ് മനുഷ്യ പരിണാമ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ല് തന്നെയായിരുന്നു. മനുഷ്യചരിത്രത്തിൽ വളരെ താമസിച്ച് മാത്രമാണ് ഈ കൃഷി കടന്നു വരുന്നത്. മനുഷ്യനുണ്ടായി ഏകദേശം 1,00,000 വർഷം കഴിഞ്ഞാണ് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഭൂമിയിലെ എല്ലാ പ്രദേശത്തും മനുഷ്യൻ ഒരേ സമയത്തല്ല കൃഷി തുടങ്ങിയത്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പും, അമേരിക്കയിൽ 5,000 വർഷങ്ങൾക്ക് മുമ്പും, ചൈനയിൽ 7,000 വർഷങ്ങൾക്ക് മുമ്പും, യൂറോപ്പിൽ 4,500 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള നായാട്ടുകളിൽ നിന്നും പിന്തിരിഞ്ഞ് ഒരു സ്ഥിരവാസ കേന്ദ്രത്തിലെത്തി കൃഷിയിലേക്കുള്ള കാൽവെപ്പും മൃഗപരിപാലനവും മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും എല്ലാം മനുഷ്യ പുരോഗതിയിലെ സുപ്രധാന ഘടകങ്ങളാണ്. ഇത് തന്നെയാണ് നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകളും. കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മനുഷ്യർക്ക് ആഹാര സാധനങ്ങളെല്ലാം സംഭരിക്കേണ്ടതായിട്ട് വന്നു. ആഹാര പദാർത്ഥങ്ങളുടെ ഈ സംഭരണം മനുഷ്യർക്ക് ഏറെ സമയം വിശ്രമം നൽകി. ഈ വിശ്രമവേളകളിൽ അവർ ധാരാളം ക്രിയാത്മകമായ കാര്യങ്ങളും ചെയ്തു. മൺപാത്ര നിർമ്മാണം, തുണി നെയ്യൽ, കൊട്ടമെയ്യൽ ഇതെല്ലാം അവർ തുടങ്ങി. ഭക്ഷ്യവസ്തുക്കൾ കൂടി വന്നപ്പോൾ ജനവാസവും കൂടാൻ തുടങ്ങി. മനുഷ്യർ ഇങ്ങനെ സ്ഥിരമായ കേന്ദ്രങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയെല്ലാം പ്രാദേശിക സമൂഹങ്ങളുണ്ടായി. ഈ പ്രാദേശിക സമൂഹങ്ങളെല്ലാം പിന്നീട് പതിയെ പതിയെ ഗ്രാമങ്ങളിലേക്ക് വഴിമാറി. അങ്ങനെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള വാസകേന്ദ്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു.
ഭൂമിയിലെ ഇതുപോലുള്ള ആദ്യത്തെ വാസകേന്ദ്രങ്ങൾ ജോർദാനിലുള്ള ജെറീക്കോയും മെസപ്പൊട്ടോമിയയിലെ ജെർമോയിയും ഇറാഖിലെ ബെർട്ടിലുമാണ്. തങ്ങളുടെ കൃഷി വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മനുഷ്യർക്ക് ബുദ്ധിപരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഫലമായി കണക്കുകൂട്ടലുകളുണ്ടായി. മനസ്സിൽ നടത്തിയിരുന്ന ഈ കണക്കുകൂട്ടലുകളെല്ലാം അവർ എഴുതി വയ്ക്കാൻ തുടങ്ങി. മുൻഗാമികൾ ശബ്ദത്തിലൂടെ പലതരത്തിലും ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും മനുഷ്യൻ ആദ്യമായി അർത്ഥപൂർണമായ ഭാഷകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത് ഇതേ സമയത്താണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട മനുഷ്യ തലച്ചോറിലെ ഭാഗം മറ്റ് പ്രൈമേറ്റുകളെക്കാൾ വികാസം പ്രാപിച്ചു. സൃഷ്ടിപരമായ ചിന്തയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാര ഭാഷയുമാണ് മനുഷ്യനെ മറ്റ് സകല ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് മനുഷ്യൻ ആദ്യമായി എഴുതുന്നത്. അവൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തകളും ആശയങ്ങളും എല്ലാം അവൻ കളിമൺ ശിലകളിലും കല്ലുകളിലും മരത്തിൻ്റെ തോലുകളിലും കുത്തിക്കുറിച്ചു. അങ്ങനെ നാളുകൾ ഒരുപാട് കടന്നുപോയി. കാലങ്ങൾ കഴിയുന്തോറും മനുഷ്യരാശി മറ്റു സകലരിൽ നിന്നും വ്യത്യസ്തരായിക്കൊണ്ടേയിരുന്നു. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് 6000 BC കൂടിയാണ് മനുഷ്യൻ ആദ്യമായി ലോഹങ്ങൾ കണ്ടെത്തുന്നത്. ഇത് നവീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. ഇനി വരാൻ പോകുന്നത് ലോകയുഗങ്ങളാണ്. പല ലോഹങ്ങൾ കൂടിച്ചേർന്ന് മനുഷ്യൻ ലോഹസങ്കരങ്ങളുണ്ടാക്കി. ആദ്യമായി കണ്ടെത്തിയത് ചെമ്പാണ്. ചെമ്പ്, ടിൻ, വെങ്കലം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുവാൻ തുടങ്ങി. ചൂടുള്ള ചൂളകളിൽ ലോഹങ്ങൾ ചൂടാക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ സങ്കീർണമായ ആഭരണങ്ങൾ നിർമ്മിക്കുവാനും സ്വർണം, വെള്ളി പോലുള്ള വിലയേറിയ ലോഹങ്ങൾ ഉപയോഗിക്കുവാനും മനുഷ്യൻ പഠിച്ചു. അങ്ങനെ സാങ്കേതിക വിദ്യ വളർന്നു വരുന്നതോടെ മനുഷ്യൻ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരായി തീർന്നു. ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്തിനനുസരിച്ച് ഈ കാലഘട്ടങ്ങളെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ചെമ്പ് യുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം. നവീന ശിലായുഗം അവസാനിച്ച് വെങ്കലയുഗം ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം BC 4ാം സഹസ്രാബ്ദത്തിൽ മെസപ്പൊട്ടോമിയൻ നാഗരികതയിലെ മനുഷ്യരാണ് ചരിത്രത്തിലെ വളരെ വിപ്ലവകരമായ മറ്റൊരു കണ്ടെത്തൽ നടത്തിയത്. അവർ വലിയ മരങ്ങൾ മുറിച്ച് ഉരുണ്ടുപോകുവാൻ സാധിക്കുന്ന വിധത്തിൽ തടികൊണ്ട് ഭാരമുള്ള ചക്രങ്ങൾ നിർമ്മിച്ചു. അവർ കണ്ടുപിടിച്ച ഈ ചക്രം ഉപയോഗിച്ച് സുമേറിയക്കാർ പിന്നീട് കളിമണ്ണ് കറക്കുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ചക്രത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം പിന്നീട് വ്യത്യസ്തങ്ങളായ പല മേഖലകളിലെയും വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. അങ്ങനെ കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മനുഷ്യൻ ഒരുപാട് വളർന്നു. ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ നല്ലതും മോശവുമായ ധാരാളം സ്വഭാവ സവിശേഷതകളും അവനിലുണ്ടായി. നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും ആകാരഭംഗിയുടെയും എല്ലാം പേരിൽ പരസ്പരം വ്യത്യസ്തരായിരുന്ന മനുഷ്യർക്കിടയിൽ വർഗബോധം അതിശക്തമായി നിലനിന്നു. ചരിത്രത്തിലെ പല കാലഘട്ടത്തിലും വിവിധ വർഗങ്ങൾ തങ്ങളുടെ മേന്മയിലും മേധാവിത്വത്തിലും ശ്രേഷ്ഠതയിലും അഭിമാനിച്ചിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാർ മറ്റ് സകല ജനതകളെക്കാൾ തങ്ങൾ മേന്മന്മാരാണെന്ന് അഭിമാനിച്ചിരുന്നു. അവർ ബാർബേറിയക്കാരെ വളരെ അധമജാതിയായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പിന്നീട് റോമൻ സംസ്കാരം ഉയർന്നു വന്നപ്പോൾ തങ്ങളുടെ നിറം, ഭരണരീതി, വർഗമാഹാത്മ്യം, നിയമങ്ങൾ എന്നിവയെപ്പറ്റി അവർ അഹങ്കരിച്ചിരുന്നു. വർഗബോധം അതിൻ്റെ സകല രൂക്ഷതയിലും ഭീവത്സവമായ രൂപത്തിൽ ജർമ്മൻ നാസികളിൽ പ്രകടമായിരുന്നു. ഹിറ്റ്ലർ അതിന് ശക്തമായ നേതൃത്വവും നൽകി. ഇങ്ങനെ നമുക്കറിയാവുന്ന എന്തുമാത്രം സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിക്കഴിഞ്ഞത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇതിനോടകം മനുഷ്യൻ ഒരുപാട് മുന്നിലെത്തിക്കഴിഞ്ഞു. ഭൂമിയിലുള്ള സകലതും കീഴടക്കിയ അവൻ ഇന്ന് ബഹിരാകാശത്ത് തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം വളരുവാൻ മനുഷ്യനു വേണ്ടി ഈ ഭൂമി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകി. ഓരോ കാലഘട്ടത്തിലെയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടി ജീവജാലങ്ങളുടെ പരിണാമത്തെ രൂപപ്പെടുത്തി തന്നത് ഈ പ്രകൃതിയാണ്. എന്നാൽ ഇന്ന് ആധുനിക മനുഷ്യൻ പ്രകൃതിയെ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവിപ്ലവത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഫലമായി ഭൂമിയും അന്തരീക്ഷവും ജലവുമെല്ലാം നിരന്തരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയെ മുഴുവൻ ഇല്ലാതാക്കാൻ മനുഷ്യന് ഒരൊറ്റ നിമിഷം മാത്രം മതി. 460 കോടി വർഷക്കാലത്തെ വലിയ ചരിത്രമുള്ള നമ്മുടെ ഭൂമി വെറും 3 ലക്ഷം വർഷത്തെ മാത്രം ചരിത്രമുള്ള ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ പ്രവൃത്തികൾ മൂലം അതിജീവിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ മാത്രം ജീവിച്ചിരുന്ന പുരാതന പൂർവികർ വലിയ പരിണാമങ്ങളിലൂടെ കടന്നു വന്ന് പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് ഇന്നത്തെ നമ്മളായി മാറിയ ഈ മനുഷ്യരാശിയുടെ പരിണാമ ചരിത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം.
നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.